ഹലോ ഗൈസ്, ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ. വേറൊന്നുമല്ല, ഞാനൊരു റിമോട്ട് കാർ വാങ്ങി. നമ്മുടെ ചെറുപ്പത്തിലെ വലിയ ആഗ്രഹങ്ങളിലൊന്നാണ് ഇതൊക്കെ. പക്ഷേ ഇത് ഇന്ന് കണ്ടപ്പോൾ വാങ്ങാൻ തോന്നി, ഞാൻ വാങ്ങി കേട്ടോ. അബുദാബിയിലെ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് ഇത് വാങ്ങിയിരിക്കുന്നത്. വലിയ വിലയൊന്നുമില്ല, 100 തരത്തിന് താഴെയുള്ളൂ ഇതിൻ്റെ വില കേട്ടോ. അപ്പോൾ ഇത് ഇന്ന് അൺബോക്സ് ചെയ്യാൻ കാണിച്ചു തരാവേ. സാധാരണ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ ഷോപ്പിങ്ങിന് പോകുമ്പോഴേക്കും ഇതുപോലെ ടോയ്സിൻ്റെ ഏരിയ ഉണ്ട്. അവിടെ പോയിട്ട് ഇതുപോലത്തെ റിമോട്ട് കാറൊക്കെ എടുത്ത് കയ്യിലൊക്കെ എടുത്ത് നോക്കാറുണ്ട്, പക്ഷേ വാങ്ങാറില്ല കേട്ടോ. പക്ഷേ ഇത്തവണ കണ്ടപ്പോഴേക്കും എനിക്കിത് വാങ്ങാൻ തോന്നി, അതുകൊണ്ട് വാങ്ങിയതാണ്. അപ്പോൾ വാങ്ങി നമ്മൾ അൺബോക്സ് ചെയ്തിട്ട് ഞാൻ കാർ നിങ്ങളെ കാണിച്ചു തരാൻ പോവാണ്. ബോക്സ് ഓപ്പൺ ആക്കിയിട്ട് ഇതേ കാറ് പുറത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ടൊയോട്ടയുടെ ലാൻഡ് ക്രൂയിസറിൻ്റെ മോഡൽ വരുന്ന ഒരു കാറാണ്. ഞാൻ ബ്ലാക്ക് കളറാണ് എടുത്തത്. മാത്രമല്ല അവിടെ പല മോഡൽസ് കാറുകളുണ്ടായിരുന്നു. UAE റോഡുകളിൽ എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ലാൻഡ് ക്രൂയിസർ. ഇതിൻ്റെ റോഡ് പ്രസൻസ് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ വണ്ടി സെലക്ട് ചെയ്തത്. മാത്രമല്ല ആ ഷോപ്പിൽ നിസാൻ പെട്രോൾ, ലെക്സസ് തുടങ്ങിയ വണ്ടികളുടെ മിനി വേർഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എന്നെ അട്രാക്ട് ചെയ്തത് ലാൻഡ് ക്രൂയിസ് ആയിരുന്നു. വണ്ടിയുടെ ബോഡിയും ഡിസൈനിങ് ഒക്കെ കാണാൻ തന്നെ നല്ല ഫിനിഷിംഗ് ഉണ്ടായിരുന്നേ. കാര്യം പറഞ്ഞാൽ ഇത് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയുള്ള ടോയ്സിൻ്റെ കൂട്ടത്തിലുള്ളൊരു ഐറ്റമാണ് കേട്ടോ. ഇതിൻ്റെ ബോഡി പ്ലാസ്റ്റിക്കോ ഫൈബറോ അങ്ങനെ എന്തോ മെറ്റീരിയലാണ്. സാധാരണ RC കാർ പോലത്തെ മെറ്റലൊന്നുമല്ലേ. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടിയിരിക്കുന്ന ഒരു റീചാർജബിൾ ബാറ്ററി ഉണ്ട്. പിന്നെ നമുക്ക് ഈ വണ്ടി ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് ഈ ബാറ്ററി സെറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ബാറ്ററി ഓൾറെഡി ചാർജ് ചെയ്തെന്നാണ് കടയിൽ നിന്ന് പറഞ്ഞത്. ഞാൻ പ്രത്യേകിച്ച് ചാർജൊന്നും ചെയ്തില്ല. നമുക്ക് ആദ്യം ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി ജസ്റ്റ് ബാറ്ററി എടുത്തിട്ട് ബാറ്ററി അതിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലെ ക്ലിപ്പിലേക്ക് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി, ആ ബാറ്ററി അതിൽ സെറ്റാവും. അങ്ങനെ ബാറ്ററി അതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ കവർ നമ്മൾ മൂടിയിട്ട് സ്ക്രൂ വെച്ച് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത് ഇതിൻ്റെ റിമോട്ടാണ്. ഈ റിമോട്ടിൽ 2 ബാറ്ററിയാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ആ ബാറ്ററി ഇട്ടിട്ട് അതിൻ്റെ കവറിന്ന് നമുക്ക് ജസ്റ്റ് സ്ക്രൂ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ കവറും സ്ക്രൂ ചെയ്ത് ബാറ്ററി ഇട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ അടിയിലൊരു ഓൺ ബട്ടൺ ഉണ്ട്. ആ ഓൺ ബട്ടൺ ഞാൻ ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടയറൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി റിമോട്ടിൽ ബട്ടൺ ഉണ്ടാകും. ഞെക്കുമ്പോഴേക്കും ടയറൊക്കെ ലെഫ്റ്റും റൈറ്റൊക്കെ തിരിയുന്നുണ്ട്. അടുത്തായിട്ട് ഞാൻ വണ്ടിയുടെ പവർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുവാണെങ്കിൽ അതിനാണ്ട് ആ റിമോട്ടിലെ കൺട്രോളിൽ പിടിച്ച് ഞെക്കുമ്പോഴേക്കും വണ്ടിയുടെ ടയർ കറങ്ങുന്നത് കാണാം. വണ്ടിക്ക് അത്യാവശ്യം സ്പീഡും പവറും ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. കാരണം നന്നായിട്ട് തന്നെ ടയറൊക്കെ കറങ്ങുന്നുണ്ട്. നമുക്കിതിന് വേണ്ടി ടെസ്റ്റ് ചെയ്ത് നോക്കാം. ജസ്റ്റ് ആ റൂമിൻ്റെ അകത്ത് വെച്ച് ആദ്യം ഒന്ന് ഓടിച്ച് നോക്കുന്നുണ്ട്. ഇനി നമുക്ക് വണ്ടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാവേ. അതിനുവേണ്ടി ഞാൻ വണ്ടി നേരെ ഫ്ലോറിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതാണ് വണ്ടിയുടെ ഫുൾ ലുക്ക് വരുന്നത്. ബ്ലാക്ക് കളറിൽ അടിപൊളിയായിട്ടുണ്ട് വണ്ടി കാണാനൊക്കെ. അങ്ങനെ റൂമിൻ്റെ അകത്ത് വെച്ച് ഞാൻ ജസ്റ്റ് വണ്ടി ഒന്ന് ഓടിക്കാൻ പോവാണ്. ഇതാണ് ലുക്ക് വരുന്നത്. ഹെഡ്ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണാൻ നല്ല ലുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ വണ്ടി ഞാൻ ജസ്റ്റ് പുറത്തേക്ക് കൊണ്ടുപോയി പുറത്തുനിന്ന് വെച്ച് ഓടിച്ച് നോക്കാൻ പോവാണ്. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്താണ് ഫുള്ളായിട്ടുള്ള വണ്ടിയുടെ സറൗണ്ടിങ്സ്. അപ്പോൾ നേരെ പുറത്ത് കൊണ്ടുപോയി ഞാൻ ഔട്ട്ഡോറിൽ ഓടിച്ച് നോക്കി. സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. നമുക്ക് ഇതുപോലെ ഡ്രിഫ്റ്റൊക്കെ ചെയ്യാൻ പറ്റുമേ. ഡ്രിഫ്റ്റൊക്കെ ചെയ്യുന്ന കാണാൻ നല്ല രസമാണ് കേട്ടോ. ഞാനിത് കുറച്ച് നേരം പുറത്ത് ഓടിച്ചുള്ളൂ. കാരണം ഇൻഡോർ ആയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ പെട്ടെന്ന് ഡാമേജ് ആവും തോന്നുന്നു. അപ്പോൾ ഓക്കെ ഗൈസ്, ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത വണ്ടി മേടിക്കുമ്പോൾ വീണ്ടും കാണാം കേട്ടോ. ഓക്കെ ബൈ.